ആണ് ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റേഴ്സ്. നമ്മൾ നേരത്തെ 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ട് 10 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. അതേ മെത്തേഡ് തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതെന്ത് ചെയ്യുക, 11 സെൻറ്റിമീറ്റർ ഉള്ളൊരു ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നേരത്തെ വരച്ച തന്നെ 6 തന്നെ എടുക്കാം. നമുക്ക് ഈ 6 സെൻറ്റിമീറ്റർ ലൈനെ ഈക്വലായിട്ട് 3 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് പാരലൽ ലൈൻസ് വരയ്ക്കാം. അതിനായിട്ട് സെറ്റ് സ്ക്വയറും സ്കെയിലും സെറ്റാക്കി വയ്ക്കുക. സെറ്റ് സ്ക്വയർ പതുക്കെ നീക്കുക. ഫസ്റ്റ് പോയിന്റിൽ വന്നു, നമ്മൾ എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക. വീണ്ടും നീക്കുക. സെക്കൻഡ് പോയിന്റിൽ വന്നു, അവിടെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടി, 1 2 3 പാരലൽ ലൈൻസും. അതുപോലെ ഇത് 2 സെൻറ്റിമീറ്റേഴ്സാണ്. ഈ ലൈൻ എത്രയാണ്, ഈ ലൈനാണ് നമ്മുടെ 11 സെൻറ്റിമീറ്റർ ലൈൻ. അതിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഴയ പോലെ ചെയ്താൽ മതി. എന്താ, ഇതിലൊരു പാർട്ട് കോമ്പസിലെടുക്കുക, ഒരു സൈഡ് ബേസ് ആക്കിക്കൊണ്ട് മറ്റ് 2 സൈഡിൽ നിന്നും ആർക്ക് എടുത്ത് കട്ട് ചെയ്യുക. ഈ കിട്ടുന്ന പോയിൻറ്റുമായിട്ട് ബേസ് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഈ കിട്ടുന്ന ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്ററും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ നമുക്ക് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ല വരയ്ക്കേണ്ടത്, സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. ഒരു സ്ക്വയർ ആകുമ്പം എത്ര ആയിരിക്കും, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അന്നേരം ഈ 15 എന്ത് ചെയ്യാം, 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 7.5നെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്തിനാ അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായോ? നമ്മൾ 15നെ 4 ഡിവൈഡ് ചെയ്താലും 7.5നെ 2 ഡിവൈഡ് ചെയ്താലും ഈക്വൽ ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താ, പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2 × L + B ആണല്ലേ. ഈ 2 × L + B ആണ് ഇവിടെ 15 സെൻറ്റിമീറ്റേഴ്സ്. അത് L + B എന്നുള്ളത് എന്ന് വെച്ചാൽ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നുള്ളത് നമുക്ക് എന്തോ കിട്ടും, 15/2, അതായത് 7.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് 7.5നെ 2 ആക്കാം. നമുക്കിവിടെ സൈഡ് 2 സൈഡ് ഈക്വലാണ്. എന്നാലും 7.5നെ നമുക്ക് 2 ആക്കി നോക്കാം. ഞാൻ എന്ത് ചെയ്തു, 7.5 വരച്ചു. ഇനി ഇവിടെ ഞാൻ 6 വരച്ചു. ഈ 6നെ ഇവിടെ 3 ഈക്വൽ പാർട്സ് ആയിട്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത്, 2 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമുക്ക് എന്താ 7.5നെ 3 ആയിട്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത്, 2 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അന്നേരം നമ്മൾ എന്ത് ചെയ്തു, ഈ 6നെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ സെയിം ആണ്. പാരലൽ ലൈൻസ് വരയ്ക്കാൻ പോവുക. സെറ്റ് സ്ക്വയർ വയ്ക്കുക, സ്കെയിൽ വയ്ക്കുക. പതുക്കെ നീക്കുക. പോയിന്റിൽ വന്നു. ഇവിടെ ആകെ ഒരു പോയിൻ്റേ ഉള്ളൂ. പാരലൽ ലൈൻസ് വരയ്ക്കുക. ഇത് നമ്മുടെ 3 സെൻറ്റിമീറ്റർ. ഈ ലൈനാണ് നമ്മുടെ 7.5. അതിന് ഈക്വലായിട്ടായിരിക്കും കട്ട് ചെയ്ത് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും സെയിം ആണ്. ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ കോമ്പസ് എടുത്ത് ആർക്ക് വരയ്ക്കാൻ പറ്റുമോ, പറ്റില്ല. നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കണം. ഞാൻ ഇത് ബേസായിട്ട് എടുക്കുവാണ്. 2 സൈഡിലും കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇവിടെ 90 മാർക്ക് ചെയ്തു. കുറച്ചൊന്ന് നീട്ടി വരച്ചേക്കാം. അടുത്ത പോയിന്റിലും
ഞാൻ എന്ത് ചെയ്തു, 90 മാർക്ക് ചെയ്തു. അവിടെയും നമ്മൾ ലൈൻ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സൈഡ് കോമ്പസിലെടുക്കുക. ഇവിടുന്ന് ആർക്ക് കട്ട് ചെയ്യുക, അടുത്ത പോയിന്റിൽ നിന്നും ആർക്ക് കട്ട് ചെയ്യുക. ഈ കിട്ടുന്ന 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. നമുക്ക് നമ്മുടെ സ്ക്വയർ കിട്ടി. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും, 15 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെൻറ്റിമീറ്റേഴ്സ്. റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് വെച്ചാൽ എത്ര സൈഡ്സ് കാണും, 6 സൈഡ്സ് കാണും. നമുക്ക് റഫായിട്ട് അങ്ങനെ വരയ്ക്കാം. ഇതാണ് 6 സൈഡ്സ് ഉള്ളൊരു റെഗുലർ ഹെക്സഗൺ. റഫായിട്ടൊരു ഫിഗർ വരച്ചേക്കുക. ഇതിൻ്റെ ഓരോ സൈഡും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 6 സൈഡോട് കൂട്ടുമ്പോൾ നമുക്ക് 20 സെൻറ്റിമീറ്റേഴ്സ് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ 20 സെൻറ്റിമീറ്റേഴ്സിനെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം, 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ 20യെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് നമുക്ക് എന്ത്, ഇവിടെ എക്സ്, ഇതെല്ലാം എന്തായിരിക്കും, ഓരോ എക്സ്. ഈ എക്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഈ എക്സ് എല്ലാം കൂടെ കൂട്ടുമ്പം 6x എന്ന് കിട്ടും. ഈ എക്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം, 20 സെൻറ്റിമീറ്റേഴ്സ് കിട്ടണം. അതുപോലെ ഈ 3x കൂട്ടുമ്പോൾ എത്ര കിട്ടണം, ഞാൻ ഈ 3x മാത്രം എടുക്കുക. നമ്മൾ 26 ആയിട്ട് കട്ട് ചെയ്യണം. നമ്മൾ 3 ആയിട്ട് കട്ട് ചെയ്തു, എന്നിട്ട് 6 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അത്രയും നമ്മൾ പാരലൽ ലൈൻസ് വരച്ച് പോകണം. ഇത് നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്താൽ മതി, ഈ 3x, 6x എന്ന് പറയുന്നത് 20 ആണെങ്കിൽ 3x എന്ന് പറയുന്നത് എന്തായിരിക്കും, 6xൻ്റെ പകുതിയാണല്ലേ 3x. അന്നേരം 20യുടെ പകുതിയായിരിക്കും 3x, അതായത് 10. നമുക്ക് 10നെ എന്ത് ചെയ്താൽ മതി, 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തതുപോലെ തന്നെ. ഇതിനകത്ത് ആൻസറിനകത്ത് വ്യത്യാസമൊന്നും വരത്തില്ല. നമ്മുടെ സ്റ്റെപ്പ് കുറച്ചല്ല, നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. 20 സെൻറ്റിമീറ്റർ നമ്മൾ ഇത്രയും വലിയ ലൈൻ വരച്ചിട്ട് അതിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് എളുപ്പം എന്താണ്, 10 സെൻറ്റിമീറ്റർ വരച്ചിട്ട് അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. 10 വരച്ചു, പഴയ പോലെ 6 വരച്ചു. ഇവിടെ നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ എന്ത് ചെയ്യണം, 3 അല്ലെങ്കിൽ 2 3 ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ നേരത്തെ എന്ത് ചെയ്ത് 3 ഡിവൈഡ് ചെയ്ത് എന്തുകൊണ്ടാണ്, നമുക്കവിടെ 7.5നെ 2 ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് 10നെ 3 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്, 6നെ 3 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. ഇവിടെ നമുക്ക് 3 ഈക്വൽ പാർട്സ് വേണം. അതുകൊണ്ട് നമ്മൾ 6നെ എന്ത് ചെയ്തു, 3 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2 ഈക്വൽ പാർട്സ് മതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. ലൈൻ ചരിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും കൊണ്ടുവന്ന് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, കാരണം ഇത് നീക്കുമ്പം സ്കെയിലിൽ നിന്ന് മാറിപ്പോവരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക പ്രൊസീജിയർ. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 10നെ 3 ഈക്വൽ പാർട്സായിട്ട് കിട്ടി. ഈ ഓരോ പാർട്ടും എന്താണ് ഓരോ പാർട്ടും 3 1/3 സെൻറ്റിമീറ്റേഴ്സാണ്. 10നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 1/3 സെൻറ്റിമീറ്റർന്ന് കിട്ടും. ഇതെല്ലാം 3 1/3 സെൻറ്റിമീറ്റേഴ്സാണ്. അത് നമുക്ക് എന്ത് കിട്ടി, ഹെക്സഗൺ വരയ്ക്കാനുള്ള സൈഡ് കിട്ടി. ഇനി എങ്ങനെ ഹെക്സഗൺ വരയ്ക്കാം, 10നെ 3 ഈക്വൽ പാർട്സായിട്ട് കിട്ടി. അതിലൊരു പാർട്ട് നമ്മൾ കോമ്പസിലെടുക്കുകയാണ്. ഒരു പാർട്ട് കോമ്പസിലെടുത്തിട്ട് നമ്മൾ പഴയ പോലെ എന്ത് വരച്ചു, നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പോവുകയാണേ. നമുക്ക് എന്ത് കിട്ടി, ഒരു പോയിൻ്റ് കിട്ടി. ഇനി ഈക്വൽ ട്രയാങ്കിൾ വരയ്ക്കാം, അതവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഇപ്പോൾ കിട്ടിയ പോയിൻ്റ്, ആർക്ക് വരച്ചപ്പോൾ കിട്ടിയ പോയിൻ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുവാണ്. ഒരു സർക്കിൾ വരച്ചു. ഇനി ഈ സർക്കിൾ വരച്ചിട്ട് ഈ ഓരോ പോയിൻറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ആർക്കുകൾ സർക്കിളിൽ കട്ട് ചെയ്യുക.
ഈ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്തു. ഇനി ആ കിട്ടിയ പോയിന്റിൽ നിന്ന് അടുത്ത ആർക്ക് കട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, നമുക്ക് എത്ര പോയിന്റ് കിട്ടും? 1 2 3 4 5 6 പോയിൻറ്റ്സ് കിട്ടും. ഈ പോയിൻറ്റ്സ് ഇത്രയും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു റെഗുലർ ഹെക്സഗൺ ആയിരിക്കും. റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഹെക്സഗണാണ് കേട്ടോ. ഈ ഹെക്സഗണിൻ്റെ 6 സൈഡും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന എത്ര ആയിരിക്കും? 20 ആയിരിക്കും. ഈ ഹെക്സഗണിൻ്റെ ഓരോ സൈഡും എത്രയായിരിക്കും? 1/3 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് 20യെ 6 ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്. 20യെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 6 are 80, ബാക്കി 2 ആയിരിക്കും കിട്ടുന്നത്. അതായത് നമുക്കിങ്ങനെ എഴുതാം 3 2/6. ഈ 2/6നെ നമുക്ക് 1/3 എഴുതാം. 3 1/3 സെൻറ്റിമീറ്റർ. ഈ 3 1/3 ആയിരിക്കും 1 സെൻറ്റിമീറ്റർ. 3 1/3 ആണ് കിട്ടേണ്ടത് നമുക്ക്. ഓക്കെ, അത് നമ്മൾ 20യെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം എന്താണ്? 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്തേ? 20 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ആയിട്ടുള്ള ഒരു ഹെക്സഗൺ വരയ്ക്കാൻ, ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ 20യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 10നെ എന്ത് ചെയ്തു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ സെയിം ആയിരിക്കും. നമുക്ക് കിട്ടുന്നത് 3 1/3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. നമ്മുടെ എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്തു? 10 സെൻറ്റിമീറ്റർ എടുത്തു, 3 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു ലെങ്ത്ത് കോമ്പസിലെടുത്തിട്ട് ഈ 2 പോയിന്റിൽ നിന്ന് നമ്മളൊരു ആർക്ക് കട്ട് ചെയ്തു. ഈ കിട്ടിയ പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ടൊരു സർക്കിൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സർക്കിളിലെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഈ ലെങ്ത്ത് വെച്ച് ആർക്ക് വരച്ച് നമുക്ക് എത്ര പോയിന്റ് കിട്ടി? 2 3 4 5 6 പോയിൻറ്റ്സ് കിട്ടി. ഈ പോയിൻറ്റ്സ് എല്ലാം കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റെഗുലർ ഹെക്സഗൺ കിട്ടി. ഈ ഹെക്സഗണിൻ്റെ പെരിമീറ്റർ 20 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ.